പൗർണമി, കഴിഞ്ഞ ദിവസം അണ്ണ ക്യാമ്പസിൽ, അണ്ണ യൂണിവേഴ്സിറ്റിയിൽ അതിക്രൂരമായ ഒരു ബലാത്സംഗ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പസിനകത്ത്, നമ്മുടെ ഇവിടെ കാര്യവട്ടം ക്യാമ്പസ്, ക്യുസാറ്റ് ക്യാമ്പസിലൊക്കെ ഈ ക്യാമ്പസിനകത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഭാഗ്യമാണ്. പക്ഷേ അണ്ണ ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി, അതായത് 2ാം വർഷ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥി, 4ാം വർഷ ഒരു ആൺകുട്ടി കൂട്ടത്തിലുണ്ടായിരുന്ന സമയത്ത് അവർ ക്രിസ്മസിൻ്റെ തലേന്നാണെന്ന് എനിക്ക് തോന്നുന്നു അവർ ആക്രമിക്കപ്പെട്ടു. ആ ക്യാമ്പസിനകത്ത് തന്നെ അവിടെ ഇവിടെ നിന്നൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അജ്ഞാതനായ 2 പേരെന്നാണ് ആദ്യം വന്നത്. അജ്ഞാതനായ ഒരുത്തം വന്നവരെ ആക്രമിക്കുകയും മറ്റവനെ, അതായത് കൂട്ടുകാരനെ അടിച്ചിടുകയും അല്ലെങ്കിൽ അവനെ ഓടിപ്പിക്കുകയും അതിനുശേഷം ഈ വിദ്യാർത്ഥിയെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി, അതായത് ക്യാമ്പസിനകത്ത് തന്നെ വലിച്ചഴിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ച് ഇതിനൊരു മണിക്കൂറോളം ആ കുട്ടി ശാരീരികമായി ഉപദ്രവിച്ചതിന് ശേഷം നഗ്നചിത്രങ്ങൾ പകർത്തി അങ്ങനെ കുറേ പരാക്രമണങ്ങളൊക്കെ കാണിച്ചിട്ട് 2 ദിവസത്തിന് ശേഷമാണ് ആ വിദ്യാർത്ഥിനി പരാതി കൊടുക്കുന്നത്. അവനെ പിടിച്ചു. ജ്ഞാനവേൽ അതാണ് അവൻ്റെ പേര്. എന്താണ് 37കാരനായിട്ടുള്ള ക്യാമ്പസിന് പുറത്തെ ഒരുത്തനാണ് അവൻ. പുറത്തെ ഏതൊരു തട്ടുകട തൊഴിലാളി അങ്ങനെ കണ്ട്. എന്താണ് സംഭവം അവിടെ, യഥാർത്ഥ സംഭവം നടന്നത് പൗർണമി? എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ക്യാമ്പസിലൊക്കെ ഇങ്ങനെ വിദ്യാർത്ഥികൾ ഏറ്റവും സുരക്ഷിതരെന്ന് കരുതുന്ന കലാലയത്തിനകത്ത്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് അത് ഇങ്ങനെ ഒരു അതിക്രമം, അത് ചുമ്മാ കയറിപ്പിടുത്തവോ അല്ലെങ്കിൽ കളിയാക്കലോ ആയില്ല, റാഗിങ്ങോ അല്ല, പകരം റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ ക്യാമ്പസിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല. അതെ, പഠിക്കുന്ന സമയത്ത് അതായത് വീട്ടുകാരാണേലും ഏറ്റവും സുരക്ഷിതരാവും എന്ന് വിശ്വസിച്ച് അയക്കുകയാണ് പഠിക്കാനായിട്ട്. അതായത് നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടി അയക്കുകയാണ്. അതെ, അതും ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഈ ക്യാമ്പസുകളിൽ പഠിക്കാൻ. യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്ക് അതും വലിയ ക്യാമ്പസാണ്, ഒരുപാട് സൗകര്യങ്ങൾ മറ്റ് ചെറിയ ക്യാമ്പസുകളുള്ള കോളേജുകളിൽ കിട്ടുന്നതിനേക്കാളിലും കൂടുതൽ സൗകര്യങ്ങൾ അവിടെയുണ്ട്. അപ്പം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നേരിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കുക അല്ലെങ്കിൽ പുറത്തു പോവുക എന്നുള്ളത് ഒരു കുറ്റകരമായിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ ഒട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ സുഹൃത്തിനൊപ്പം നിന്ന് സംസാരിക്കുകയായിരുന്ന ഒരാൾ പുറത്തുനിന്ന് വന്ന് ആ ആളെ മർദ്ദിച്ചു ഓടിച്ചു എന്ന് പറയുന്നത് പോലും എങ്ങനെ അങ്ങനെ ഓടാൻ പറ്റുന്നത്? ഒരു പെണ്ണിനെ അല്ലെങ്കിൽ തന്റെ സുഹൃത്തിനെ ക്ലാസ് കൂട്ടത്തിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ 2 പേരും എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ? പ്രത്യേകിച്ചും പുറത്ത്, ഞാനവരെന്ന് പുറത്ത തട്ടുകടക്കാരനെങ്ങാനാണ് അവന്റെ അവിടെ ടീ ഷോപ്പ് എങ്ങനെ നടത്തുന്നവനാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇവൻ ഒരു സമയം അതിൽ പരാമർശിക്കുന്നു പറഞ്ഞാൽ രാത്രി 8 മണി എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈകിയ ഒരു സമയവും അല്ല. പള്ളിയിൽ എന്തോ പോയിട്ട് വരുന്ന സമയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8 മണി ഒരു ചെറിയ സമയമാണല്ലോ, അതൊരു വലിയ ടൈം. പ്രത്യേകിച്ചും ചെന്നൈ അല്ലെങ്കിൽ അണ്ണാ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അത്ര വലിയ, അതും നമ്മളൊരു വിദ്യാർത്ഥി നമ്മുടെ ക്യാമ്പസിൽ ഇറങ്ങി നടക്കാതെ പറയുമ്പോൾ അത്രയും സുരക്ഷിതത്വ ബോധമുള്ളതുകൊണ്ടാണ്. ക്യാമ്പസിനുള്ളിൽ സെക്യൂരിറ്റി ഉണ്ടാവും. തീർച്ചയായിട്ടും 10-600 ഏക്കറുള്ള ക്യാമ്പസാണ്. അതിനകത്ത് കോളേജ് ഹോസ്റ്റലുകൾ ഉണ്ടാവും, ലൈബ്രറി ഉണ്ടാവും, എല്ലാ ഒന്നിനും വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങണ്ട. ഇവൻ കഫറ്റേരിയ വരെ ഉണ്ട്. മെൻസ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും എല്ലാം അതിനകത്ത് തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റുകൾ, HOD ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം അതിനകത്തുള്ളതാണ്. പല പല വിങ്ങുകൾ പ്രവർത്തിക്കുന്ന 600 ഏക്കർ എന്നൊക്കെ പറയുമ്പോൾ അത്രയും വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസിൽ, ഒരു ക്യാമ്പസ് പ്രിമൈസസിൽ ഇത് സംഭവിക്കുക. അത് പുറത്തുനിന്ന് ഒരാൾ 8 മണി എന്നൊരു സമയത്ത് അത്യാവശ്യം എല്ലാ കടകളും അല്ലെങ്കിൽ എല്ലാ ആളുകളും ഉണർന്നിരിക്കുന്ന സമയമാണ്. അതും ഇതൊരു ഫെസ്റ്റീവ് മന്ത്, ഫെസ്റ്റീവ് സീസൺ ആണ്. ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവാം. ഇതിനെല്ലാം വെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരെ നമ്മൾ കുറ്റം പറയാം? അതെ, ഇതിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞു, ഈ കേസ് വായിച്ചപ്പോൾ, ഈ കേസ് കേടുമ്പോൾ ഞാൻ വിചാരിച്ചു ഉറപ്പായിട്ടും ഇത് ഒന്നെങ്കിൽ ടോപ്പിലിരിക്കുന്ന ആരുടെയെങ്കിലും മക്കളായിരിക്കും. HODയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെയോ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന്റെ ഒക്കെ ആരെങ്കിലും മക്കളായിരിക്കും. ഇവളെ കുറെ നാളായിട്ട് നോട്ട വിട്ടിട്ടുള്ളതാവാം. അതോടൊപ്പം തന്നെ ഈ പെണ്ണിനെ പലവട്ടമായിട്ട് പ്രേമാഭ്യർത്ഥനയോ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടാവും. അവളെ നോട്ട വിട്ടുകൊണ്ട് ഒരു രാത്രി, പ്രത്യേകിച്ചും ഫെസ്റ്റീവ് സീസണിലെ രാത്രികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരുത്തരായിരിക്കാം. എന്തായാലും അത് ക്യാമ്പസിനുള്ളിൽ ഒരുത്തനായിരിക്കാം എന്നാണ് നമ്മളൊക്കെ അസ്യൂം ചെയ്ത്. ഇവൻ വാർത്താ ചാനലുകളിലെ ചർച്ചകളിൽ പോലും ഞാനത് പറയുകയുണ്ടായി. പക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തുള്ള ഒരാള്. പക്ഷേ ചിലപ്പോഴൊക്കെ ഇതിന് ചെറിയൊരു സംശയം, എന്നാലും നമ്മുടെ സംസാരം വഴിതെറ്റി പോവുമായിരിക്കും. എന്നാലും ഞാൻ പറയാതെ വയ്യ, ചിലപ്പോൾ ഈ മറ്റു പല കേസുകളിലും, അതായത് നമ്മുടെ നാട്ടിലെ ജിഷ കൊലക്കേസിലും അതോടൊപ്പം തന്നെ സൗമ്യ കൊലക്കേസിലും ഒക്കെ ഇപ്പോഴും പലരും പറയുന്നത് ഇരയെ ഇട്ട് കൊടുത്തിരുന്ന, അതായത് ഏതെങ്കിലും ബംഗാളിയോ ബീഹാറോ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒറിജിനലുള്ള ഉന്നതന്മാർ ഇപ്പോഴും മറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് യുവമാരെ ഒന്നും തൂക്കിക്കൊല്ലാത്തത്. നിന്നെയൊന്നും ഒരു കാലത്തും തൂക്കിക്കൊല്ലില്ല, നീയൊക്കെ തടിച്ചു കൊടുത്ത് നിനക്കൊക്കെ ജയിലുകളിൽ കഴിയാം, അതുകൊണ്ട് നീയൊക്കെ ഈ കുറ്റം ഏറ്റെടുത്തോളൂ, നിന്റെ വീട്ടിലേക്ക് ആവശ്യത്തിന് പണവും അയച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇവരൊക്കെ കുറ്റം ഏറ്റെടുത്തതാവാം, നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഒരുത്തനെ പുതിയതായിട്ട് ഇറക്കിയതാണോ ഈ ജ്ഞാനവേലെന്ന് എനിക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട്. എന്ത് തോന്നുന്നു പൗർണമിക്ക്?
ഇപ്പം ശാരിക പറഞ്ഞപ്പോൾ ശരിയാണ്, അത്തരത്തിലുള്ള തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഇതിനു മുൻപ് ഞാൻ ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് രണ്ടുപേരും കോളേജിലെ ആൾക്കാരാണ്. തീർച്ചയായിട്ടും അവിടുത്തെ സെക്യൂരിറ്റി ക്യാമറകൾ, CCTV ക്യാമറകളുണ്ട്. പയ്യന് സുഹൃത്തുക്കളെ വിളിച്ചോണ്ട് വരാമായിരുന്നു. അവള് 2 ദിവസത്തിന് ശേഷമാണ് അത്. അതിനകത്ത് അവള് പറയുന്ന കാര്യങ്ങൾ, അതിനകത്ത് ഈ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇവളെ ആദ്യം പീഡിപ്പിക്കുന്നു, പീഡിപ്പിച്ച ശേഷം അവളെ നഗ്നയാക്കി പടം എടുക്കുന്നു, പീഡിപ്പിച്ചതിന് ശേഷം പടം എടുക്കുന്നു, അതിനുശേഷം അവളുടെ ഇന്ന് HOD, അധ്യാപകർ, അതോടൊപ്പം തന്നെ അവളുടെ അച്ഛൻ, അമ്മ അവരുടെ നമ്പറുകൾ വാങ്ങിക്കുന്നു. എന്നിട്ട് ഇനി നീ ക്രിസ്മസ് അവധിക്ക് നാട്ടിലേക്ക് പോകരുന്ന് ഇവൻ ഭീഷണിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇനി ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ വരണം, അതോടെ ഇവന്റെ കൂട്ടുകാർക്കും നീ ഇത് കിടന്നു കൊടുക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിരിക്കാൻ മാത്രം ആ പ്രജ്ഞ ആ പെങ്കൊച്ചിനുണ്ടായിരുന്നു. ഇതിലെന്തൊക്കെയോ ദുരൂഹതകളുള്ളതായിട്ട് എനിക്ക് തുടക്കത്തിലേ തോന്നിയിരുന്നു. പിന്നെ നമ്മൾ ദുരൂഹതയെക്കുറിച്ച് സംസാരിക്കാനല്ല ഈ ചർച്ച തുടങ്ങിയത്. സത്യത്തിൽ ക്യാമ്പസുകളിൽ പെൺകുട്ടികൾ ആക്രമിക്കുന്നതിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഹോസ്റ്റൽ ടൈമിങ്ങിന്റെ കാര്യം നമുക്കൊന്ന് ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിലെ പെൺകുട്ടികൾ കുറച്ചാൾ മുമ്പ് സമരം ചെയ്തിരുന്നു. ഹോസ്റ്റൽ ടൈമിംഗ് മാറ്റിയെന്നും പറഞ്ഞ് ഭയങ്കര സമരം നടത്തി. അങ്ങനെ ഹൈക്കോടതി നമ്മുടെ ഗവൺമെന്റ് വിമർശിക്കുന്നു. ഇങ്ങനെ പക്ഷാഭേദം, ആണധികാരത്തിന്റെ 6 മണി 6:30 എന്നതായിരുന്നു നോർമൽ പണ്ട് കാലാകാലങ്ങളായിട്ടുള്ള നമ്മുടെ ടൈമിംഗ്. പെൺകുട്ടികൾ ഹോസ്റ്റലിനുള്ളിൽ പ്രവേശിക്കാനുള്ള ഒരു 6 o'clock മാക്സിമം 6:30. അതുപോലെ ആണുങ്ങൾക്ക് 9 മണിയാണ് അനുവദിച്ചിരുന്നത് അല്ലേ? അതെ. ആ ഒരു ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പിന്നെ അത് 9:30 ആക്കി കുത്തിയിരിപ്പ് സമരമൊക്കെ നടത്തിയിട്ട് 9:30 ആക്കി മാറി. അപ്പം അവിടെ ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആ കാലമൊക്കെ മാറിയില്ലേ? ഇപ്പൊ ആൺകുട്ടി 9 മണിക്ക് പുറത്ത് കറങ്ങുന്നെങ്കിൽ പെൺകുട്ടിക്ക് ആയിക്കോട്ടെ, അതൊന്നും ആർക്കും ഇവിടെ എതിർപ്പില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ പൗർണമി, നമുക്ക് എല്ലാവർക്കും, എനിക്കും തനിക്കും ഒക്കെ ആഗ്രഹമുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു രാത്രി ആരുടെ സഹായമില്ലാതെ കാറി കൂവി ബഹളം വെച്ച് ആ രാത്രികളൊന്ന് എൻജോയ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഇച്ചിരി സ്മാർട്ടായിട്ടുള്ള, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കും എനിക്ക് തോന്നുന്നില്ല, നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ ഓൾ കേരള എടുത്താൽ ഒരാൾ പോലും ചിലപ്പോൾ പറയില്ല രാത്രി സഞ്ചാരത്തിന് ആഗ്രഹമില്ലെന്ന്. നമ്മൾ ചോദിക്കുക. പക്ഷെ അപ്പോൾ അവിടെ ഒരു കോട്ട് നമ്മൾ ചെയ്യണം, എല്ലാ സുരക്ഷിതത്വത്തോടും കൂടി. അതായത് എത്ര രാത്രി ആയാലും, ഏത് ഡ്രസ്സിൽ വെളിയിൽ ഇറങ്ങിയാലും, ഏത് ബോധത്തിൽ ഇറങ്ങിയാലും ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ നമ്മളെ ആക്രമിക്കപ്പെടില്ല, ശാരീരികമായിട്ടോ അല്ലെങ്കിൽ വാക്കാലോ നമ്മളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ 3.5 കോടി ജനങ്ങളിൽ ഉള്ള, എനിക്ക് തോന്നുന്നത് അതിലൊരു 1 കോടി പെൺകുട്ടികൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ 1.5 കോടി പെൺകുട്ടികളെ കൂട്ടികൾ, ആ 1.5 കോടി പെൺകുട്ടികളും ചിലപ്പോൾ വെളിയിൽ ഇറങ്ങി നടക്കും. അങ്ങനൊരു ദിവസം അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇറങ്ങാത്തത്? നമ്മുടെ നാട്ടിൽ അസമയം കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു പെൺകുട്ടി ഇറങ്ങി അവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിന് മുതിരാത്ത. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് പെൺകുട്ടികൾ പറയുമ്പോൾ ശരിയാണ്, ഇവളാരാ കുലസ്ത്രീയോ ഇതൊക്കെ പറയാനായിട്ട്. ഞാനും ശാരികയും ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹം ഒരിക്കലും രാത്രിയിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേർതിരിവായിട്ടുള്ളൊരു സമയക്രമം വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഇപ്പോൾ ഈ അസമയത്തിനെ പറ്റി പറഞ്ഞപ്പം നമ്മള് ഒരു സിനിമയെ പറ്റി, അതായത് ക്യൂൻ എന്ന് പറയുന്ന ഒരു മലയാള സിനിമയിൽ സലീം കുമാർ ജഡ്ജി ആയിട്ടുള്ള ആ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഏതാണ് ആ സമയം, 12 മണി അസമയമാണോ എന്നൊരു ചോദ്യമുണ്ട്. ഒരു പ്രസക്തമായ ഒരു ചോദ്യമല്ലേ? ആ ഒരു സിനിമ കണ്ടപ്പോഴാണെങ്കിലും ശരിയാണ്, ഏതാണ് ആ സമയം അല്ലേ? അസമയം എന്ന് പറയുന്ന ഒരു സമയം യഥാർത്ഥത്തിലുണ്ടോ? ഇതെല്ലാം മനുഷ്യനിർമ്മിതമല്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് അസമയമായി മാറിയത്? അസമയം എന്ന് പറഞ്ഞാൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയം. ആ നടക്കുന്ന സമയം രാത്രിയുടെ മറവിലാണ് നമ്മുടെ നാട്ടിലുള്ളവർ പെൺകുട്ടികളോട് കാണിക്കുന്നത്. അതുകൊണ്ടും അങ്ങനൊരു കീഴ്വഴക്കം തന്നെ വേണമെങ്കിൽ പറയാം, അത് കൃത്യമായി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ 10 മണിക്ക് ശേഷം എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ ആഗ്രഹിക്കും. ഇന്നും ഞാനീ പറഞ്ഞ ഞാൻ ഷൂട്ട് കഴിഞ്ഞ, അതെ, ഞാൻ ഷൂട്ട് കഴിഞ്ഞായാലും മാക്സിമം ഞാൻ 10 മണിക്കുള്ളിൽ വീട്ടിലെത്തും, അല്ലെങ്കിൽ 9 മണിക്കുള്ളിൽ വീട്ടിലെത്താൻ ശ്രമിക്കാറുണ്ട്. ഞാൻ 24/7 വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഈവൻ ഓൾ കേരള പോകുന്ന ഒരാളാണ്. അപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എങ്ങനെയെങ്കിലും എനിക്ക് കാറുണ്ട്, കാറിലാണ് അത്രയും സുരക്ഷിതമായ രീതിയിലാണ് വീട്ടിലേക്ക് ഓടി. എന്നാൽ പോലും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന കുഞ്ഞെ മാക്സിമം 10:30 ഉള്ളിൽ നീ ട്രെയിൻ ഇറങ്ങാനുള്ള സംവിധാനം ചെയ്യണം, അല്ലെങ്കിൽ ബസ് ഇറങ്ങാനുള്ള സംവിധാനം ചെയ്യണം. കാരണം നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് തീയാണ്, അങ്ങനത്തെയാണ്. അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം ഓക്കെ, അത് വരട്ടെ. അത് വരുന്നത് വരെയും എൻ്റെ ഒരു സജഷൻ, പെൺകുട്ടികളെ എസ്പെഷ്യലി പഠിക്കുന്ന കുട്ടികൾ ഒരു 6 മണിക്ക് ഹോസ്റ്റലിൽ കയറണം. വേറൊന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള ക്യാമ്പസിനകത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ അവൻ മതിൽ ചാടി കയറി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉറപ്പില്ലാത്ത മതിലാണോ അണ്ണാ യൂണിവേഴ്സിറ്റി പണിത് വെച്ചിരുന്നത്? അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലും MG യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോട്ടയം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ഗുസാറ്റ് ക്യാമ്പസിലും ഒക്കെ പലരും ഇതുപോലെ ബംഗാളികളും ബീഹാറുകളും ഒക്കെ മതിൽ ചാടി കയറുമല്ലോ. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിന്റെ, പെൺകുട്ടികളുടെ മാനത്തിന്റെ സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് പലരും കൊന്നുകളയാണ് ചെയ്യുന്നത്. ചുമ്മാ അങ്ങ് റേപ്പ് ചെയ്ത് വിടുവല്ലേ. ഇന്ന് അവള് രക്ഷപ്പെട്ടു പോയത് അവളുടെ ഭാഗ്യമാണ്. അങ്ങനെ പോയത് അവളുടെ ഭാഗ്യമായിരിക്കും. അപ്പൊ അങ്ങനെ ആ പോയത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പറയുന്ന സംഭവങ്ങൾ നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായിട്ട് ഹോസ്റ്റൽ സമയങ്ങളെല്ലാം തന്നെ
ഈ പറയുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് 6 മണി അല്ലെങ്കിൽ ഒരു 6:30 സമയം, അതായത് സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് ഹോസ്റ്റലിൽ കയറിയാൽ ഇതിന്റെയൊക്കെ മാനം രക്ഷപ്പെടും. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ അങ്ങനെ 9 മണിക്ക് കറങ്ങണമെന്ന് നമുക്കും ആഗ്രഹമുണ്ട്. പെൺകുട്ടികളെല്ലാം പാറി പറന്ന് നടക്കട്ടെ, 24/7 പാറി നടന്നോട്ടെ. നിങ്ങളുടെ പ്രായം, നമുക്ക് ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് കലാലയ കാലഘട്ടമാണ്, അല്ലെങ്കിൽ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടം. പക്ഷെ അങ്ങനെ നടന്നുപോട്ടെ. പക്ഷേ അങ്ങനെ നടക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന കാമഭ്രാന്തന്മാരും നരാധവന്മാരും ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം വരണം. അതെ, അപ്പൊ നമ്മൾ ഇനിയും നമ്മുടെ സുരക്ഷിതം അല്ലെങ്കിൽ സുരക്ഷ എന്ന് പറയുന്ന സംഭവങ്ങൾ കുറേയധികം വളർത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം അത് റെഡിയാകുന്ന കാലം വരെയും പെൺകുട്ടികളുടെ രക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആൺകുട്ടികളുടെ രക്ഷയ്ക്കായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ഒരു 6 മണി സമയം അല്ലെങ്കിൽ 6:30 7 മണി സമയം കോളേജ് കാലം കുറച്ച് ഡിസിപ്ലിൻ ആയാൽ ഇങ്ങനെയുള്ള, കാരണം അതിക്രമങ്ങൾ കൂടുന്നു. ക്യാമ്പസിനകത്തേക്ക് വരെ കാമഭ്രാന്തന്മാര് മതിൽ ചാടി കയറാനുള്ള ധൈര്യം കാണിക്കുന്നു. അതിലൊന്നു വരുന്നത് ഈ സമയക്രമങ്ങൾ മസ്റ്റായിട്ട് വരുത്തുക. ഇല്ലെങ്കിൽ ഈ പറയുന്ന കാമപൂർത്തനത്തിനായിട്ട് നടത്തുന്നവന്മാരുടെ ശിക്ഷ, അത് നമ്മൾ നേരത്തെ ചർച്ചയിലും പറഞ്ഞു, ഒരാൾക്ക് കൊടുക്കുന്നത് കണ്ടുകൊണ്ട് പേടിക്കണം. അതായത് ഈ 7 മണിക്ക് ശേഷവോ 9 മണിക്ക് ശേഷവോ, അല്ലെങ്കിൽ നിർഭയ കേസിലൊക്കെ രാത്രി 8 മണിയാണ്. ആ കേസിൽ ആ കുട്ടി 8 മണി പകൽ വെട്ടത്തിലാണ് അവൾ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവന്മാർ പീഡിപ്പിക്കില്ലായിരുന്നിരിക്കാം. അതൊരു റീസൺ അല്ല, അവന്മാരുടെ പ്രശ്നമാണ് അതല്ല, അത് ആ പെങ്കുച്ചിന്റെ പ്രശ്നമല്ല, മരിച്ചുപോയ നിർഭയുടെ പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരുള്ളിടത്തോളം കാലം, ശിക്ഷകൾ കുറവായിരിക്കുന്നിടത്തോളം കാലം നമുക്കിതെല്ലാം കൺട്രോൾ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗവൺമെന്റ് ഈ പറയുന്ന പോലെ തന്നെ 6 മണിക്ക് ശേഷം കാമപൂരണത്തിനായിട്ട് ഒന്ന് നോക്കാൻ പോലും അവൻ പേടിക്കണം, വിറയ്ക്കണം. അങ്ങനെ നോക്കിയാൽ എന്റെ ശിക്ഷ ഇതായിരിക്കുമെന്ന് അവൻ വിറയലോടുകൂടി ഓർക്കണം. അത്രയും പേടിയോടുകൂടി, ഈ പറയുന്ന പോലെ ഈ മറ്റ് പേടിക്കുന്ന സിനിമയൊക്കെ കാണത്തില്ലേ, ഒരു ഉൾക്കിടലത്തോടുകൂടി അല്ലാതെ ഒരു പെൺകുട്ടിയെയും 6 മണിക്ക് ശേഷം എനിക്ക് അങ്ങനെ നോക്കാൻ സാധിക്കില്ല. കാരണം അവൻ അടുത്ത മൊമെന്റ് പിടിക്കപ്പെട്ട് ഇത്ര ശിക്ഷ അവന് കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങൾ വരുന്നിടത്തോളം കാലം വരെയെങ്കിലും പെൺകുട്ടികൾ തീർച്ചയായിട്ടും പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ സമയങ്ങൾ ക്രമീകരിക്കുക, ആൺകുട്ടികളുടെ ആയാലും ക്രമീകരിക്കുക, അങ്ങനെയുള്ള അച്ചടക്ക നടപടികൾ തുടരുക.